ഇത് കണ്ടോ നിങ്ങൾ? കണ്ടമ്പൂച്ച നമ്മുടെ വിരുന്നുകാരിയൊക്കെ കടിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഉള്ളവനെയും കടിച്ച്. അതിനിപ്പോൾ കാണാൻ പോലുമില്ല. ഇതാ ആഹാരം കഴിക്കാതെ ഒരാഴ്ചയോളം കഴിഞ്ഞ് നമ്മളടുത്ത് വന്നിട്ടേ നോക്കിയേ, അങ്ങ് മോശപ്പെട്ട് ഒരുപാട് ആഹാരം കഴിക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ വായര അടിഭാഗത്തുള്ള കടി. ആരെയും സ്നേഹിക്കാനല്ല കണ്ടമ്പൂച്ചയോടെ വരുന്നത്, അവരെല്ലാവരും ഉപദ്രവിക്കാനാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു കടി പറ്റിയതായിരുന്നു നമ്മുടെ ലുട്ടൂനും. അതായിരുന്നു സംഭവം ഉണ്ടായത്. ദാ ഈ കഴുത്തിൻ്റെ ഭാഗത്തെ ഞാൻ നന്നായിട്ട് കാണിക്കാം. കണ്ടാൽ തന്നെ ഒരു പാവം തോന്നും കേട്ടോ. ഒരാഴ്ചയോളായി ഞങ്ങളെ കൂടെ ഇവിടെ വന്ന് വല്ലതും കഴിച്ചിട്ട് തന്നെ. അതാ കണ്ടോ, കുട്ടൂസിനെ കടിക്കാൻ വളഞ്ഞതാണ്. എന്നെ കണ്ട് ഓടിതാ ആ വാഴയുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടോ. ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ആളൊരു ബലത്ത ആൾ തന്നെയാണ്. കുട്ടൂസിന് ഇപ്പോഴും തന്നെ കടി പറ്റുമായിരുന്നു. സൗണ്ട് കേട്ട് ഓടി ചെല്ലുമ്പോഴേ എന്നെ കണ്ട് ഓടി ആ വാഴയുടെ ഒളിച്ചു. ഇപ്പം ഞാൻ എറിയുകയോ അടിക്കുകയോ ചെയ്യുമെന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടെ ദൂരോട്ട് പോയിട്ട് എന്നെ നോക്കുന്നുണ്ടോ. അവർ അലവ സംഭവമാണ് കേട്ടോ. അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ പാട് തന്നെയാണ്. കുട്ടൂസൻ പേടിച്ച് അകത്ത് കയറിയിട്ടുണ്ട്. ആ സെൻറ്ററിൽ നിൽക്കുന്നതാണ് നമ്മുടെ ലുട്ടു. അവൻ്റെ കാലിലാണ് കടി പറ്റിയത്. മായുവാണ് ആ ചാരിയിട്ട് നോക്കുന്നത് കേട്ടോ. പിള്ളേരങ്ങ് പേടിച്ച് പോയി. കുട്ടൂസ് അങ്ങനെ ബാക്കിൽ പോയി നിൽക്കുകയാണ്. ഈ കണ്ടമ്പൂച്ചെന്ന് പറഞ്ഞാൽ ഒരു പൂച്ച തന്നെയാണ് കേട്ടോ. വളരെ പേടി തോന്നും അവനെ കണ്ട ഈ പിള്ളേരൊക്കെ. എന്തായാലും മാമൻ ഒന്നുകൂടെ നന്നായിട്ട് അവനൊന്ന് കാണണം. എന്താ പറയുക, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടുകയല്ലേ ചെയ്യുന്നത്. മിണ്ടാപ്രാണിയല്ലേ, അങ്ങനെ ചെയ്തുവിടാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ച് തിന്നാന്ന് പറഞ്ഞാൽ. അതാ നോക്കിയേ, അവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ അവൻ. ഏറ് കൊണ്ടാൽ ഇരിക്കട്ടെ ഇന്നത്തേക്ക് അവന്. ഹായ് നോക്കൂ, കുതിരകളെപ്പോലെ നമ്മുടെ പിള്ളേർ അവർക്കുള്ള റൂമിൽ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നോക്കൂ, ഇത് നൈറ്റാണ് കേട്ടോ. ഇതാ അടിപൊളി കളി നമുക്കിന്ന് കാണാം. ആരും അവരെ ശല്യം ചെയ്യാനൊന്നുമില്ല, മാമനും മാമിയും ഒഴിച്ച് കേട്ടോ. പിള്ളേരങ്ങനെ മന്ദം കളികളൊക്കെ തുടങ്ങാൻ ഒരു പ്ലാനാണ്. കുട്ടൂസാണ് അവനെ ഇണക്കി വിളിക്കുന്നുണ്ട്. അതുപോലെ കാല് വയ്യാത്ത നമ്മളുടെ ലുട്ടു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവന് സ്പ്രേ ഒക്കെ അടിച്ചെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല, ആ സ്പ്രേ തന്നെ ഇട്ടപ്പോഴും തന്നെ അവനതങ്ങ് ശരിയായി വന്നു. ഇപ്പോൾ അതാ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ചെറിയ പ്രശ്നം അവനുണ്ട്. അതൊക്കെ പോട്ടെ, നന്നായിരിക്കട്ടെ അവൻ. അങ്ങനെ നമ്മുടെ പിള്ളേർ ഇന്നത്തെ നല്ലൊരു കളിയുമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ ഒരു കയർ പീസൊക്കെ നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ വലുതായതുകൊണ്ട് വലിയ കളികൾ തന്നെ നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റും. പിള്ളേരുടെ കളിയിലൊന്നും പിറന്നോട്ടൊന്നുമല്ല, ചാടിയൊക്കെ നിൽക്കും നമ്മുടെ പിള്ളേർ. എന്നും നല്ല അടിപൊളി കളിയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്ന് വെളിയിലൊന്നും ഞങ്ങൾ വിടുന്നില്ല. കാര്യം എന്നാൽ ഈ കണ്ടമ്പൂച്ചനെ കാരണം കേട്ടോ, വളരെ ശല്യമാണ് രാത്രിയൊക്കെ. ഈ വീട്ടിൻ്റെ സൈഡ് വരമൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കാണാം. അങ്ങനെ കുട്ടൂസാണ് ആ കയർ ഇഷ്ടമായി എടുത്ത് അവിടെ കുത്തിമറിഞ്ഞ് കാണിക്കുന്ന പരിപാടിയാണ്. അത് നമ്മുടെ മായു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറിൽ ചെന്ന് ആർക്കും ചെന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം പിടിച്ചു കഴിഞ്ഞാൽ വളരെ ചീറ്റലും തുപ്പലൊക്കെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ കളികൾ കണ്ട് അതുപോലെ അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാമിയുടെ വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. എന്നോടൊന്നും പറയാതെ ചെയ്ത പണിയായിരുന്നു. എൻ്റെ അത് കണ്ടൊക്കെ പഠിച്ചതാണ്. എന്തായാലും വളരെ താങ്ക് യു മാമിക്കുണ്ട്. കാരണം എന്താണെന്നറിയോ, എനിക്കും ഒരു ദിവസം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അത് തന്നെ ഒരു വളരെ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും നല്ല കമൻ്റ് ഇട്ട് നല്ല പ്രോത്സാഹനം കൂടെ കൊടുത്തപ്പോഴേ മാമിക്ക് വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ അവസരം കിട്ടിയാൽ ഇതുപോലെ പറഞ്ഞ് ഞാൻ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷമായി കേട്ടോ. അതുപോലെ ഞാൻ വന്നതിന് ശേഷമാണ് മൊബൈൽ എടുത്ത് നോക്കുന്നതേ. ജോലിക്ക് പോകുമ്പോഴും മൊബൈൽ കൊണ്ടുപോകില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കമൻ്റ് ഒന്നും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ചെന്നാണ് ഫസ്റ്റ് കമൻ്റ് എടുത്ത് നോക്കുന്നത്. എന്തായാലും മാമിയെ വളരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞിരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ മാമിക്ക് വളരെ ഹാപ്പിയായി. അതുപോലെ ഇന്നലെ മുടങ്ങാതെ തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയതിൽ എനിക്കാണ് വളരെ സന്തോഷം കേട്ടോ. ഇല്ലെങ്കിൽ ഇന്നലെ വീഡിയോ ഇടാൻ നടക്കൂലായിരുന്നു. ഞാൻ ജോലിക്ക് പോയിട്ടേ വന്നത് 7-7:30 മണിയാകും. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പണിക്ക്. ജോലി ഇല്ലാതിരുന്ന് കിട്ടിയതായിരുന്നു, അങ്ങനെ പോയതാണ് ജോലിക്ക്. ജോലി വളരെ കുറവാണ് ഞങ്ങൾക്കിപ്പോൾ. അങ്ങനെ നമ്മുടെ പിള്ളേരിതാ ഇവിടെ കുത്തിമറിഞ്ഞ് കളിക്കുന്ന വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. കാലുകൊണ്ട് വയ്യെങ്കിലും ചാടിയൊക്കെ നിൽക്കുന്നുണ്ടോ നമ്മുടെ ലുട്ടു. അതുപോലെ തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുറിവൊക്കെ പറ്റിയാൽ തന്നെ ഈ മറ്റുള്ള കുട്ടികൾ കളിക്കുന്ന കണ്ടാൽ വയ്യെങ്കിലും അവരും കളിക്കാനൊക്കെ ഇറങ്ങും. അങ്ങനെ കളിക്കുന്നതാണ്. കാല് വളരെ ശരിയായിട്ടില്ല, സ്പ്രേ ഒക്കെ അടിച്ച് നല്ലോണം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മായു ഇവിടെ കാണിക്കുന്നുണ്ടോ, പെട്ടിയിലെ ലോക്കൊക്കെ മാറ്റുന്നുണ്ട്. ഇതാ നോക്കിയേ, ഇതാ മാമി എടുത്തുകൊണ്ടങ്ങ് പോയി. അങ്ങനെ കുട്ടൂസും അങ്ങനെ കളിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു ബഹളമാണ്. പിള്ളേരുടെ നല്ല കളികളും
നല്ല തമാശകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേറെ പറയാൻ എപ്പോഴും പിള്ളേർ കിടന്ന് കളിക്കത്തില്ല. കളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണൂല കേട്ടോ. നമ്മളാരെങ്കിലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പെറത്തൂടെയൊക്കെ ചാടി ഓടിയൊക്കെ പോകുന്ന കളികളാണ് പിന്നെ പിള്ളേർ കളിച്ചു കൂട്ടുന്നത്. ഇതാ കുട്ടൂസന് ആ കയർ വളരെ ഇഷ്ടമായി കിടന്ന് കളിക്കുകയാണ്. അതുപോലെ മായു അവൻ്റെ കൂട്ടത്തിൽ കൂടി അങ്ങനെ സ്നേഹമുള്ള കളികൾ ആ വയ്യാത്ത കാലം കൊണ്ടെടുത്ത് ചാടുന്ന കണ്ടില്ല എൻ്റെ പൊന്നോ. വയ്യാത്ത കാലം കൊണ്ട് എവിടെയെങ്കിലും അടങ്ങിയിരിക്കില്ല കേട്ടോ, കിടന്ന് ആ ചാടി കളിക്കുകയാണ്. ഇതാ കുട്ടൂസ് കയറും കൊണ്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണിച്ചു കൂട്ടട്ടെന്നും പറഞ്ഞുള്ള കളിയും നേരം പോക്കാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ കഷ്ടം തോന്നുന്ന ഞങ്ങളുടെ വിരുന്നുകാരാണ് രണ്ടുപേരെ ഈ കണ്ടംപൂച്ച കടിച്ചു ഒരു പരുവാക്കി കേട്ടോ. പിള്ളേർക്കൊന്നും കഴിക്കാൻ വയ്യ. ഒരാഴ്ചയോളം ഞങ്ങൾ കാണാറേ ഇല്ലായിരുന്നു. എവിടെ പോയെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, അങ്ങനെ ഇതുവരെ കണ്ടില്ലായിരുന്നു. ഇന്നത്തെ ഒരു ദിവസമാണ് ഒരാൾ എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചില്ല മുറിവും കാര്യങ്ങളും. കണ്ടാറ വളരെ പാവം കേട്ടോ. ഒന്നും കഴിക്കാൻ പറ്റാതെ നോക്കിക്കൊണ്ട് കരയുന്ന ഒരു കാഴ്ചയല്ലേ നിങ്ങൾ കണ്ടത്. അതൊരു വളരെ പാവം തന്നെയാണ്. അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാമൻ വെയിറ്റിങ്ങിലാണ്. കണ്ടംപൂച്ചയ്ക്ക് നല്ല ഒരു പണി കൊടുത്തേ പറ്റൂ കേട്ടോ. മിണ്ടാപ്രാണിയാണ്, അങ്ങനെയും ചെയ്യാൻ പാടില്ല. എങ്കിൽ തന്നെ അതൊരു പാവമെന്നും പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേരെ എല്ലാവരെ കടിച്ച് പരുക്കേൽപ്പിക്കും, അതിനൊരു സംശയവുമില്ല. അതുകൊണ്ട് നല്ലൊരു വിരട്ട് കൊടുത്ത് പുള്ളിക്കാരനെ ഇവിടെ നിന്ന് പറഞ്ഞ് വിട്ടേ പറ്റൂ കേട്ടോ. ഇനിയാണ് ഈ പിള്ളേർ വളരെ പേടിക്കാനുള്ളത്. ഇതിൽ ആൺകുട്ടിയെന്ന് പറഞ്ഞാൽ കുട്ടൂസു മായു രണ്ടും ആൺകുട്ടികളാണ്, ലുട്ടുവാണ് പെണ്ണ്. പിള്ളേർ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലേ കടിക്കാനായിട്ട് പിള്ളേരെ തേടി ആളിവിടെ എത്തും കേട്ടോ. അപ്പം അതിനി വളരെ ഡേഞ്ചറാണ്. ഈ രണ്ട് ആൺകുട്ടിക്കാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്ന. പെൺകുട്ടികൾ അങ്ങനെ വലുതായിട്ട് ഉപദ്രവിക്കില്ല. ഈ കണ്ടംപൂച്ചകളെ എന്തായാലും നമുക്ക് നോക്കണം. യവന്മാരെ കുറച്ചുകൂടെ വലുതാക്കി ഒരു പരുവാക്കി വിടുന്നത് വരെ നമുക്ക് വളരെ തലവേദന തന്നെയാണ് കേട്ടോ. അതുപോലെ ഞങ്ങളെ വിട്ട് പോകാതെ പിള്ളേർ ഇവിടെ നിന്ന് വലുതായി കഴിഞ്ഞാൽ അവരുടെ വളരെ ഒരു ഭാഗ്യം തന്നെയായിരിക്കും. അതല്ലാതെ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലേ ഇവന്മാരെ ഓടിച്ച് ഈ പഞ്ചായത്തും വിട്ട് കൊണ്ടുപോകും. അങ്ങനെ റൂട്ടൊന്നും അറിയാൻ വയ്യാതെ അവന്മാർ എങ്ങോട്ടെങ്കിലൊക്കെ മാറിപ്പോകും. അങ്ങനെ തന്നെയാണ് ഈ ആമ്പൂച്ചകളുടെ കാര്യം കേട്ടോ. അവർ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരെ ജീവന് വളരെ ഭീഷണി ഉണ്ടാവുന്നതാണ് മറ്റുള്ള വലിയ പൂച്ചകൾ. വേറെ പറയാൻ രാത്രി സമയങ്ങളിൽ അമ്മയ്ക്ക് പിള്ളേരെ പുറത്ത് കൊണ്ടുപോക്കുണ്ട്. അതൊന്നും ഈ തടയും കേട്ടോ. ഞങ്ങൾ ഇന്നലെ അതുപോലെ കൊണ്ടുപോയായിരുന്നു. 3 പേര് പോയി. എന്നിട്ട് കടി കൊണ്ട ലുട്ടു തിരിച്ച് വന്നിട്ടില്ലായിരുന്നു. രാവിലെ ഇനി എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഈ കണ്ടംപൂച്ച വന്നിട്ട് കുട്ടൂസിന് പണി കൊടുക്കാൻ ഇവിടെ വളഞ്ഞത്. മാമൻ കാണായിരുന്നെങ്കിൽ അവനും ഇതുപോലെ സ്പ്രേ ഒക്കെ അടിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നിൽക്കാമായിരുന്നു. എന്തായാലും അവന് നല്ല ഭാഗ്യമുണ്ട്. അങ്ങനെ നമ്മുടെ പിള്ളേരിതാ ഇവിടെ ചാടി കളിച്ച് നല്ല സന്തോഷത്തോടെ കുത്തിമറിയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി യുവമാരെ പിടിച്ചാൽ കിട്ടില്ല. കാരണം യുവമാർ കുറച്ച് വലുതായതുകൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോകാൻ വളരെ ഇഷ്ടമാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഈ കടിയൊക്കെ കിട്ടുന്നത്. എന്ത് പറയാനാണ്, ഞങ്ങൾക്കിവിടെ അടച്ചിട്ട് വളർത്താൻ പറ്റില്ലല്ലോ. നാടൻ കുട്ടികൾ അതുപോലെ വലുതായി വരുന്നു, അറിവ് വെച്ച് വരുന്നു. അങ്ങനെ ആകുമ്പോൾ അവരവരുടെ രീതിയിലൊക്കെ പോകും. ഞങ്ങൾ അടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാലൊന്നും അവർ വളരെ ബഹളമായിരിക്കും. അതുപോലെ തന്നെ വേറെ ഒന്ന് പറയാനേ, എല്ലാവരുടെയും കമൻറ്റിൽ എനിക്ക് റിപ്ലൈ തരാൻ സമയം കിട്ടാറേ ഇല്ല കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, പല വീഡിയോന്നും പല രീതിയിൽ കമൻറ്റ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരാളല്ലല്ലോ, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതേയില്ല. വന്ന് കമൻറ്റുകൾ നിറഞ്ഞു വന്ന് കിടക്കുകയാണ്. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് കാണുന്നവരെല്ലാവരും കമൻറ്റുകൾ ഞങ്ങൾക്ക് തരികയാണ്. ആ കമൻറ്റുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ ഞങ്ങൾക്ക് കൊടുത്ത് തീരാൻ പറ്റുന്നില്ല. എത്രയേ വീഡിയോന്ന് ഒരുപാട് 10-600 വീഡിയോ ഞാൻ ഇട്ടു. ആ പല വീഡിയോന്നും പല കമൻ്റായിട്ട് വരുമ്പോഴേ എന്തായാലും കമൻറ്റ് എല്ലാവർക്കും തരാൻ പറ്റുന്നില്ല. എല്ലാവരും ക്ഷമിക്കണം, ആരും പിണക്കം കാണിക്കരുത്. അത് എനിക്ക് മൊത്തത്തിൽ എല്ലാവർക്കും തന്നു തീരാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ എൻ്റെ ഒരു ഇതും കൂടെ മനസ്സിലാക്കണം എന്നും പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ഇടാതിരിക്കരുത്. നിങ്ങളെ കമൻറ്റ് വിലപ്പെട്ടതാണ്. അത് കാണുമ്പോഴാണ് ഇതുപോലെ വീഡിയോകൾ ചെയ്യാനും നിങ്ങളെ മുന്നിൽ നല്ല നല്ല രസകരമായിട്ടുള്ള പുള്ളിയുടെ കളികൾ കൊണ്ടുവരാൻ മനസ്സ് തോന്നുള്ളൂ. അതുകൊണ്ട് കമൻ്റ് ആരും തരാതിരിക്കരുത്. അതുപോലെ നമ്മുടെ മായു ഇതാ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ടോന്ന് കളിക്കുകയാണ്. ഇതാ കുട്ടൂസ് അങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ഇപ്പോഴവ എടുക്കുമായിരുന്നു കേട്ടോ. അതാണ് ആ പൊത്തി പിടിച്ച് കിടക്കുന്ന നോക്കിയാണ്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പിള്ളേരുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതെ, വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.